വണ്ടിപ്പെരിയാർ 62-ാം മൈലിന് സമീപം വീണ്ടും വാഹനാപകടം. എറണാകുളത്ത് നിന്നും തമിഴ്നാട് പൂശാനംപെട്ടിയിലേക്ക് പോകുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട വാഹനം റോഡരികിലെ വീടിനോട് ചേർന്നുള്ള ശുചിമുറി ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗുഡ് ലക്ക് എൻട്രൻസ് കോച്ചിംഗ്, ഐശ്വര്യ കോളേജ് വണ്ടിപ്പെരിയാർ. BSc നഴ്സിംഗ്, MBBS തുടങ്ങിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള എൻട്രൻസ് നീറ്റ് എക്സാമിന്റെ ഒരു മാസത്തെ ക്രഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്നു. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഓരോ വിഷയത്തിനും പ്രത്യേക കോച്ചിംഗ്. ഫീസ് വെറും 4,999 രൂപ മാത്രം. നീറ്റ് പരീക്ഷയ്ക്കും BSc നഴ്സിംഗ് എൻട്രൻസ് പരീക്ഷയ്ക്കും തയ്യാറാകുന്ന വിദ്യാർത്ഥികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഗുഡ് ലക്ക് എൻട്രൻസ് കോച്ചിംഗ് വണ്ടിപ്പെരിയാർ 62-ാം മൈൽ കൃഷിഭവന് സമീപമാണ് ഒരു കുടുംബത്തിലെ 4-അംഗ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത്. രാവിലെ 7 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ തോട്ടക്കര വീട്ടിൽ ഓമന റജിയുടെ വീടിന്റെ ശുചിമുറി പൂർണ്ണമായും തകർന്നു. അപകടത്തിന് തൊട്ടു മുൻപാണ് വീട്ടിലെ ഒരംഗം ശുചിമുറിയിൽ കയറിയതിനു ശേഷം ഇറങ്ങിയത്. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. അമിത വേഗതയിൽ വന്ന വാഹനം ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ദേശീയപാതയോരത്തെ വീടിനോട് ചേർന്നുള്ള ശുചിമുറിയുടെ ഭിത്തി ഇടിച്ചു തെറിപ്പിച്ചാണ് വാഹനം നിന്നത്. എറണാകുളത്ത് നിന്നും തമിഴ്നാട് പൂശാനംപെട്ടിയിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻവശവും ശുചിമുറിയും പൂർണ്ണമായും തകരുകയും ചെയ്തു. കുറേ നാളുകളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു അപകടങ്ങളാണ്. ഇവിടെ ഒരു ബാരിക്കേഡ് സ്ഥാപിക്കേണ്ട അത്യാവശ്യമാണ്. ഇതേസമയം ഈ ഭാഗത്ത് കഴിഞ്ഞ 6 മാസത്തിനിടെ 10ഓളം വാഹന അപകടങ്ങളാണ് നടന്നിരിക്കുന്നത്. വാഹനാപകടങ്ങൾ മൂലം റോഡ് സൈഡിൽ താമസിക്കുന്നവർക്ക് ഭീതിയില്ലാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഈ ഭാഗത്ത് ബാരിക്കേഡ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.